നമ്മുടെ ഈ കഥ നടക്കുന്നത് ഫ്ലോറിഡയിലെ ഒരു സർക്കസിലാണ്. ആ ഒരു സർക്കസിലേക്ക് ഇപ്പോൾ ഒരു ആനയെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആന മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളെ ഈ ഒരു സർക്കസിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ആനയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറുമ്പൊക്കെ കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരുവിധം ആ ഒരു കൂട്ടിൽ നിന്ന് അതിനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ഒരാൾ കൂടി ഉണ്ട് ഈ ഒരു ബോഗിയുടെ ഉള്ളിൽ. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു വൈക്കോലിന്റെ ഉള്ളിലായിട്ട് ഒരു കുഞ്ഞു സാധനം ഇങ്ങനെ ഇടന്ന് ഇളകുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു കുഞ്ഞ് ആനക്കുട്ടിയാണ്. ഒരു വിധത്തിലാണ് അവനെയും പുറത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു ആനക്കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിന് പറക്കാനായിട്ട് കഴിയും, പക്ഷെ ആർക്കും ഇപ്പൊ അത് അറിയില്ല കേട്ടോ. അവന്റെ മേല് മൊത്തം വൈക്കോലായതുകൊണ്ട് അവൻ ആർക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം വൈക്കോലൊക്കെ മാറ്റിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആനക്കുട്ടൻ എല്ലാരെയും കണ്ട് പേടിച്ചിട്ട് അവൻ അവന്റെ അമ്മയുടെ കാലിലടിയിൽ പോയി നിൽക്കുകയാണ്. ഇത്രയും നീളത്തിൽ ചെവിയുള്ള ഒരു ആനക്കുട്ടിനെ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. ഈ സർക്കസിൽ ഉണ്ടായിരുന്ന 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ആനക്കുട്ടിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ആനക്കുട്ടിക്ക് പറക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന്. പക്ഷേ ഇവരത് ആരടുത്തും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം സർക്കസിൽ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വല്യാനയുടെ കാരണം ഒരാൾ മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനയെ ആ ഒരു സർക്കസിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. പാവം നമ്മുടെ കുട്ടിയാനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. ആ ആനയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന വണ്ടിയുടെ പിന്നാലെ ഈ ഒരു കുട്ടിയാന കുറെ ദൂരം ഓടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അതിനെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴും ഈ ഒരു കുട്ടിയാനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ കുട്ടിയാനയെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ഷോയിൽ നമ്മുടെ ഈ ഒരു കുട്ടിയാനെയും ഒരു ഐറ്റം കാണിക്കുന്നുണ്ട്. പക്ഷെ അവന് പേടിയായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വീഴാനായിട്ട് പോകുമ്പോൾ തന്നെ അവൻ ആ ചിറക് ഉപയോഗിച്ചിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ ഓഡിയൻസ് ആകെ കൈയടിക്കുകയാണ്. ഭയങ്കര രീതിയിൽ ഈ ഒരു സർക്കസ് ഇപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കസുകാർക്കും ഭയങ്കര സന്തോഷം. അതോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ കുട്ടിയാനെ എല്ലാവരും നല്ല രീതിയിലാണ് പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന സർക്കസ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ലോക്കൽ സെറ്റപ്പ് ആണല്ലോ. അപ്പൊ കുറച്ചും കൂടി വലിയൊരു കമ്പനിയിലുള്ള ഒരു സർക്കസ് ഉണ്ടായിരുന്നു. അതുമായിട്ടൊരു കൊളാബറേഷൻ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ സിറ്റിയിലേക്ക് ഇപ്പൊ ഈ ഒരു ആനക്കുട്ടിയും ബാക്കിയുള്ള എല്ലാവരും വന്നേക്കാണ്. അവിടെ ഉള്ളവരും ഈ ഒരു ആന ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ ആ ഒരു ഓഡിയൻസിനും ഭയങ്കര കൗതുകവും ആ ഒരു സർക്കസ് വലിയ രീതിയിൽ റീച്ച് ആവുകയും ചെയ്യുകയാണ്. എല്ലാവരും ഈ ഒരു സർക്കസിന്റെ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് ഈ ഒരു പറക്കുന്ന ആനയെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. മനുഷ്യന്മാരല്ലേ ഈ ഒരു പറക്കുന്ന ആനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശുന്നു. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായപ്പോൾ അവിടുത്തെ ഭരണകൂടം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് സർക്കസിൽ ഒരു തരത്തിലുള്ള മൃഗങ്ങളെയും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ആനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും അവന്റെ അമ്മയോടൊത്ത്, അതായത് ഈ ഒരു അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുപോയത് നേരെ കാട്ടിലേക്കായിരുന്നു. അതേപോലെ തന്നെ ഇവനെയും കാട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാണ്. അതായത് ഇപ്പൊ നമ്മുടെ ആനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയോടൊത്തിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും സുന്ദരമായിട്ടുള്ള ഒരു കാട്ടിൽ. നമ്മുടെ ഇന്നത്തെ കുട്ടി സ്റ്റോറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.